ഓണത്തിന്റെ വരവറിയിക്കുന്ന ചിങ്ങവയിൽ തിളക്കമേകുന്ന ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ പാലായിലെ മീനച്ചിലിൽ എത്തിയത്. പാലാ ടൗണിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ വനം ഒരു അത്ഭുതം തന്നെയായിരുന്നു. തീരങ്ങളെ നനച്ചുകൊണ്ടൊഴുകുന്ന മീനച്ചിലാറിനോട് ചേർന്ന് ഇല്ലിക്കാടുകളുടെ സംഗീതമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഇടതടവില്ലാതെ ചീവീടുകളുടെ ശബ്ദഘോഷത്തിനിടയിലാണ് മുളയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത്. മീനച്ചിൽ ബാംബു ഓക്സിജൻ പാർക്ക് ഹരിതഭംഗിയുടെ വിശാലമായ ഒരു ലോകമാണ് അനാവരണം ചെയ്യുന്നത്. മുളയിൽ മുളച്ച മോഹങ്ങൾക്ക് പുത്തൻ ചിറകുകൾ നൽകിയ ജോയി ജോസഫ് മൂക്കൻ തോട്ടം എന്ന കർഷകന്റെ മോഹഭൂമിയാണ് ഈ മുളക്കാടുകൾ. പ്രകൃതിയുടെ ശ്വാസകോശമാണ് മുളക്കാടുകൾ എന്ന് വിശ്വസിക്കുന്ന ജോയി ജോസഫ് തന്റെ സ്വപ്നങ്ങൾ, നൂതനമായ കൃഷിപാഠങ്ങൾ, കാഴ്ചപ്പാടുകൾ എല്ലാം സ്റ്റോറി ടെല്ലേഴ്സുമായി പങ്കുവയ്ക്കുന്നു. സ്വാഗതം. സ്നേഹിതരെ, ഞാൻ മൂക്കൻ തോട്ടം ജോയി ജോസഫ്. മീനച്ചിൽ താലൂക്കിലാണ്, മീനച്ചിൽ പഞ്ചായത്തിലാണ്. അവിടെ 2ാം വാർഡാണിത്. ഞാനൊരു കർഷകനാണ്. അഭിമാനിയായ കർഷകനാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഞാൻ കേരളം ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചയാളാണ്. ഞാൻ ഇപ്പോഴും കർഷകനാണ്. കാർഷിക മേഖലയിൽ വിവിധ തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് എല്ലാം നോക്കി. ഞാൻ ഒരു ജൈവ കർഷകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാസവളവോ കളനാശിനിയോ കീടനാശിനിയോ ഒന്നും ഇടാത്ത ഭൂമിയാണ് എനിക്കുള്ളത്. ഞാനത് തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ചിലവ് കുറച്ച് കൂടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്ത് ഞാനിങ്ങനെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. റബ്ബറിൻ്റെ മേഖല ആണല്ലോ മീനച്ചിൽ താലൂക്ക്. റബ്ബർ എനിക്ക് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 വർഷം മുമ്പേ റബ്ബറിൽ നിന്ന് മാറണമെന്ന് തീരുമാനിച്ച് ഒരു 2.5 ഏക്കർ സ്ഥലം ഞാൻ ഒരു ഫോറസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം വലിയ തടികൾ 10-100 ഇഞ്ച് വണ്ണം ഉള്ളതുവരെ തടികളുണ്ട്. അതെല്ലാം ഇപ്പം അതൊരു ഭംഗിയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹെർബൽ ഗാർഡൻ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഞാനവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വന്നിട്ട് ഒരു 4-5 വർഷം വന്നപ്പോൾ ഞാൻ ഈ കിസാൻ സർവീസ് സൊസൈറ്റിയിലെ മെമ്പറായി. കിസാൻ സർവീസ് സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് പലർക്കും അറിയില്ല. അതൊരു NGO പ്രസ്ഥാനമാണ്. അത് വളർന്ന് കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. കോവിഡ് കാലത്ത് നമ്മൾക്കറിയാം, ഒരുപാട് പേര് കാർഷിക മേഖലയിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അന്നറിയാം. അന്ന് കർഷകനാണ് അധ്വാനിച്ചത്, ബാക്കിയെല്ലാം നിശ്ചലമായി. ആ സമയത്ത് കർഷകർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു യൂണിറ്റായിട്ടാണ് കിസാൻ സർവീസ് സൊസൈറ്റി തുടങ്ങുന്നത്. കർഷകർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു NGO പ്രസ്ഥാനമാണ്. അപ്പോൾ NGO എന്താണെന്ന് അറിയണം. അപ്പോൾ NGOയുടെ പവർ മനസ്സിലാക്കിയപ്പോഴാണ് NGO ഇത്രയും വലുതാണല്ലോ എന്ന് മനസ്സിലാക്കിയത്. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതിലേക്ക് വന്നപ്പോഴാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അത് സത്യമായ കാര്യമാണ്. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കർഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ പദ്ധതിയിലുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ കർഷകർക്ക് അറിവ് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് യാദൃച്ഛികമായിട്ട് മുളയെപ്പറ്റിയുള്ള ഒരു അറിവ് ലഭിക്കുന്നത്. മുള ഞാൻ അങ്ങോട്ട് വെച്ചപ്പോൾ എനിക്ക് വെക്കേണ്ടി പോലെ അല്ലായിരുന്നു എനിക്ക് അന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചു. ഇപ്പം 2.5 ഏക്കറാണ് ഇവിടെ സ്ഥലം. എനിക്കിവിടെ വെച്ചിരിക്കുന്ന 762 തൈകളെ ഞാൻ വെച്ചിട്ടുള്ളൂ. എന്നാൽ 2.5 ഏക്കറിൽ 2500 തൈ വെക്കേണ്ടതായിരുന്നു. അതായിരുന്നു സത്യം. അപ്പോൾ ഇങ്ങനെ നിൽക്കാനുള്ള ഇടയോ കാര്യങ്ങളോ അന്നേരം ഉണ്ടാകില്ല എന്നുള്ളത് വേറൊരു സംഭവം. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പഠന കേന്ദ്രം പോലെ ആയിരിക്കുകയാണ്. ധാരാളം പേര് വന്ന് കാണാൻ തുടങ്ങി. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഇതിനകത്ത് പള്ളയില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീനായിട്ട് നിൽക്കും. നല്ല ഒരു എൻവയോൺമെൻറ്റാണ്. ഏത് സമയത്ത് വന്നാലും, അത് വെളുപ്പിനെ വന്നാലും നല്ല രസമാണ്, രാത്രിയിലിരുന്നാലും രസമാണ്, പകൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം ഇതിപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് 4ാം കൊല്ലത്തിലേക്ക് പോവുകയാണ്.
മുളയെപ്പറ്റി പറയുവാണെങ്കിൽ മുള 2017 വരെ ഒരു വനവിഭവമായിരുന്നു. അതായത് അവിടെ താമസിക്കുന്നവർക്ക് മറ്റേ കൊട്ട, വട്ടി, പരമ്പ്, നെയ്ത്ത്, ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒരു വനവിഭവമാക്കി മാറ്റി വെച്ചേക്കായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി 2017 മുതൽ നരേന്ദ്രമോദി ഇതിനെ കൃഷിയിലേക്കാക്കി. അപ്പോൾ കൃഷിയിലേക്ക് വന്നപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിന് അവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിന് വന്നു കഴിഞ്ഞപ്പോൾ ഇത് നെല്ലിൻ്റെ കൂട്ടായി. നെല്ലിനെ പോകുന്നല്ല, എവിടെയും നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ കൃഷി ചെയ്യണമെങ്കിൽ മനുഷ്യർക്ക് അതിനൊരു താല്പര്യം ഉണ്ടാകണം. ഇവിടെ നാട്ടിൻപുറത്ത് ഇതിനെപ്പറ്റി മുളയുടെ ഗുണം എന്താണെന്നുള്ളത് അറിയണം. അപ്പം മുളയുടെ ഗുണം അറിയാതെയായിരുന്നു ഞാനിവിടെ മുള വെച്ചത്. കാരണം ഞാനിത് വയ്ക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തന്നവർക്കും അറിയില്ലായിരുന്നു. പക്ഷേ സാരമില്ല, എനിക്കിപ്പോൾ മുളയെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാൻ തന്നെയൊക്കെയുള്ള അത്യാവശ്യം അറിവ് ഞാനിപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കി പഠിച്ചു. കാരണം അത് കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് വരുവാണെങ്കിൽ ഇരുത്തി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പുറകിൽ മുളം കൊണ്ടുള്ള ബെഞ്ചുകളിങ്ങനെ ആക്കിയിട്ടിരിക്കുന്നത്. ധാരാളം പേര് വരികയും ഗ്രൂപ്പുകളായിട്ട് വരുന്നവർക്ക് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും മുളയെപ്പറ്റി. അതുകൊണ്ട് ഇപ്പം മുളയെപ്പറ്റി ഒരു നല്ല അറിവുകൾ ലഭിച്ച് വരുന്നുണ്ട്. ഇപ്പം ഗാന്ധിജി യൂണിവേഴ്സിറ്റി തന്നെ മുൻകൈ എടുത്ത് അതിനേക്ക് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിൽ എന്നെ ഉൾപ്പെടെ വിളിച്ച് അവിടെ ഒരു 13ഓളം അന്ന് ബാംബു പ്ലാന്റേഴ്സ് വന്നായിരുന്നു. ഒരു വർഷമായി. അന്ന് വന്നപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയത്, ഞാൻ തൈയും കൂടെ കൊടുക്കാൻ നിർബന്ധിതനായിപ്പം എന്നോട് തൈ മേടിച്ച് വെച്ചവരാണ് അവിടെയുള്ളവരെല്ലാം. ഈവൻ ഈ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ തന്നെയാണ് കൊടുത്തത്. അവിടുത്തെ പ്രൊഫസർമാർക്കും കൊടുത്തിട്ടുണ്ട്, വൈസ് ചാൻസലർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളയെപ്പറ്റി അവർ പെട്ടെന്ന് പഠിക്കും. കർഷകൻ അത്രയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കർഷകൻ ഇത് മുള വെച്ചാൽ എന്ത് പാമ്പ് വരും, അല്ലെങ്കിൽ അത് ഇതുകൊണ്ട് എന്നാ പ്രയോജനം എന്നുള്ള ഒരു അറിവേ ഉള്ളൂ. അതാണ് യഥാർത്ഥ കാര്യം. അപ്പോൾ അതിപ്പം ആൾക്കാർക്ക് മനസ്സിലാക്കി മാറ്റി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മുള പോലെ ഒരു ചെടി, ഇതൊരു വണ്ടർ പ്ലാന്റാണ്. അതുപോലെ ഒരു ചെടി കേരളത്തിന് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് സാമ്പത്തിക വരുമാനം വേണം, ശരിക്കും അത് ലഭിക്കും. ഒന്ന് നമുക്ക് മുള ഒരു ലങ്സാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ നിശ്വസിക്കുന്നത് എന്തുമാത്രം എത്ര കിലോയാണെന്നറിയാം. അതുപോലെ എന്തോ ഒരു ഓക്സിജൻ നമുക്ക് ഒരു വർഷം വേണമെന്നുള്ളത് നമുക്കറിയാം. ഇതെല്ലാം തരാൻ ഒരു മുളയ്ക്ക് സാധിക്കും. ഒരു മുളയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഓക്സിജൻ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ ആ മുള വലിച്ചെടുക്കും, അതിൽ കൂടുതലും എടുക്കും. അപ്പോൾ അത് തന്നെ ഒന്നാമത്തെ പ്രധാന കാര്യം. രണ്ട്, ഭൂമിയെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല സംഭവം മുളയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ ഒരു ഭാഗത്ത് വന്നു കഴിയുമ്പം വെള്ളം മാറിയത് അറിയാം. കാരണം ഇതിൻ്റെ വേരിൻ്റെ ഘടന അങ്ങനെയാണ്. വേരിൻ്റെ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗമൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. വേര് കൊണ്ട് പൊതഞ്ഞിരിക്കുവാണ്. ഇതിൻ്റെ വേര് 60 സെൻറ്റിമീറ്റർ താഴോട്ടേ പോകുള്ളൂ. അതൊക്കെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒന്നാണ്. പിന്നെ നല്ല ഡ്രസ്സാണ്. ഏറ്റവും നല്ല ഡ്രസ്സ് നമുക്ക് മുളയുടെ യാൺ വെച്ചുണ്ടാക്കാം. അതിൻ്റെ ടെക്നോളജി ഇപ്പം ചൈനയ്ക്കുണ്ട്. അവിടുന്ന് യാൺ മേടിച്ച് തിരുപ്പൂരി ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫുഡാണ്. നമുക്കറിയാം, ഇതിൻ്റെ എല്ലാവർക്കും മുളയരി പായസം എന്നുള്ളതേ അറിയത്തുള്ളൂ. അതിനുപരിയായിട്ട് ഇതിൻ്റെ ബാംബു ഷൂട്ടുകൾ അതിനെ എടുത്ത് മറ്റ് മേഘാലയത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ ആസാമിലൊക്കെ അത് പിക്കിളായിട്ടും മറ്റ് ഫുഡായിട്ടും എല്ലാം ഉപയോഗിക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ഫുഡാണ്. ഫുഡിൻ്റെ ഒരു വലിയ ഒരു സംഭവം ഇതിനുള്ളിലുണ്ട്. കിസാൻ സർവീസ് സൊസൈറ്റി ഞങ്ങളൊരു 99 കർഷകരെയും കൊണ്ട് ഇവിടെ തായ്ലൻഡിൽ ഞങ്ങൾക്കൊരു ക്ഷണം കിട്ടിയിട്ട് പോയിരുന്നു. കർഷകരെയും കൊണ്ട് പോയ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു ഐഡിയയും കൊണ്ട് മനസ്സിലായി, ബാംബു വേംസ് ഉണ്ടാക്കും. അവിടെയൊക്കെ ഉള്ളൊരു വേംസിനെയും പലതും ജീവജാലങ്ങളെയൊക്കെ ഭക്ഷിക്കുന്നവരാണല്ലോ. അപ്പം ബാംബു വേംസ് ഏറ്റവും കൂടുതൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വേംസ് ഈ ബാംബുവിനകത്ത് നിന്ന് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞില്ലെങ്കിലും വീഡിയോസ് കണ്ടു. അപ്പോൾ അത് വേറൊരു അനന്ത സാധ്യതകൾ നമുക്കിവിടെയുണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ ഞാൻ ശരിയായ ഗുണത്തിലേക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ബാംബു ലങ്സ എന്ന് പറഞ്ഞു. അതിനേക്കാളുപരി നമുക്കറിയാം, ഈയിടെ നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്ത ഡൽഹി ജയ്പൂർ റോഡ് ഒന്ന് ശ്രദ്ധിക്കണം. അത് 8 വരി പാതയാണ്. അതിൻ്റെ 2 സൈഡിലും 13 ലൈൻ വീതം ബാംബു വെച്ചിരിക്കുന്നു. ആ ബാംബുവിൻ്റെ നിന്ന് വരുന്ന ഓക്സിജൻ ഇതിലെ പോകുന്ന മുഴുവൻ വാഹനങ്ങളുടെയും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും 35% ഓക്സിജൻ തരികയും ചെയ്യുന്നു. അതുതന്നെ വലിയ കാര്യമല്ല. കാർബൺ ന്യൂട്രൽ റോഡുകൾ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
അത് പറയുമ്പോൾ പലരും ഞെട്ടിപ്പോവും. അതായത് 1 കിലോ മുളയിൽ നിന്ന്, ഉണങ്ങിയ മുളയിൽ നിന്ന് 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. 1 കിലോ ഉണങ്ങിയ മുളയിൽ നിന്ന് 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്ന് പറയുമ്പം ഗൂഗിളിൽ എന്നെ കേൾക്കുന്നവർ നോക്കിയാൽ മതി, സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് ഉണ്ട്. അതല്ല എങ്കിൽ എൻ്റെ പേപ്പേഴ്സ് ഡീറ്റെയിൽസ് ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതുണ്ട്. അതായത് 200 ഏക്കറിൽ നമ്മൾ മുള വയ്ക്കുകയാണെങ്കിൽ 200 ഏക്കറിൽ, തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ തന്നെ വയ്ക്കുന്നവരുണ്ട്, ബാമ്പു ബോർഡുകൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, കേരളം അതിലേക്കൊന്നും വന്നിട്ടില്ല. ഈ 200 ഏക്കറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഓരോ മണിക്കൂറിനും നമുക്ക് 1 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി വീതം ആ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 74,000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റും. 200 ഏക്കർ ഉണ്ടായാൽ മതി. അതേസമയം ഇത് 350 ഏക്കർ 360 ഏക്കറിൽ നമുക്കിത് ഉണ്ടായെങ്കിൽ എത്തനോൾ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു കണക്കുണ്ട്. 2G എത്തനോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത്, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അതുണ്ടാക്കുന്നത് വീറ്റ്, മെയ്സ്, ഷുഗർ കെയിൻ, അതിലുണ്ടാക്കുന്നതിൻ്റെ അത് 10,000 ഏക്കറിൽ ഉണ്ടാക്കുന്ന വേണ്ടിയ സാധനം നമുക്ക് 200 ഏക്കർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭൂമിയെ നമുക്ക് ഈ നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. 2G എത്തനോൾ എന്ന് പറയുന്ന സംഭവം 2030 ആകുമ്പോഴേക്കും 30% ആക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഉത്സാഹിക്കുന്നത്. നമുക്കറിയാം 2G എത്തനോൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അവിടെയാണ് ഈ ബാമ്പുവിൻ്റെ അടുത്ത ഒരു പ്രസക്തി. അപ്പോൾ ഇലക്ട്രിസിറ്റിക്കായി, അതുപോലെ 2G എത്തനോളിനേക്കായി. അതിൻ്റെ എല്ലാം ഏത് രീതിയിലാണ് എത്തനോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ചില പ്രോഡക്റ്റ്സും കൂടെ എക്സ്ട്രാ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് ഭൂമിക്ക് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, അതിലുപരി കാർബൺ ക്രെഡിറ്റ് ഫണ്ട് മേടിക്കാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ അറിയാം എല്ലാവർക്കും കാർബൺ ക്രെഡിറ്റ് ഫണ്ട് മേടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളതാണ്. റബ്ബറിന് പോലും അവർ കൊടുക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിവാൻഡ്രത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയപ്പോൾ അറിഞ്ഞു റബ്ബറിന് കൊടുക്കാൻ മടിയാണ് എന്ന് പറഞ്ഞു. അതേസമയം ബാമ്പുവിന് അവർ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്, ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഗവൺമെൻറ് വീറ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയായിരുന്നു അതിനെ ഉത്സാഹിക്കുന്നത്. അതുപോലെ വേറെ പലരും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് അതിലേക്കൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ സ്വയം പര്യാപ്തമായി നല്ലൊരു രാജ്യമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഇതെല്ലാം സംഭവം യാഥാർത്ഥ്യവുമാണ്. ഞാൻ മുളയെപ്പറ്റി കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. മുള ഒരു ദിവസം നല്ലപോലെ വളമൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് എങ്കിൽ മുള ദിവസം 2 അടി 2.5 അടി വരെ വളരും അന്നാണ് ഒരു കണക്കുണ്ട്. അത് ഞാൻ വേറൊരു മുള, ഞാൻ അതിൻ്റെ ചുവട്ടിൽ ചാണകമൊക്കെ ഇട്ട് വളച്ച ഒരു മുളയുടെ വളർച്ച നിങ്ങളെ ഞാൻ കാണിക്കാം. 1 വർഷമായില്ല എത്ര ഷൂട്ട് അതിൽ നിന്നുണ്ടായെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. വേറൊരു പ്രധാന കാര്യം, മുള പല ഇനമുണ്ട്. എല്ലാ മുളയിൽ നിന്നും നമുക്ക് പല കൂട്ടം ഉണ്ടാക്കാം. എന്നാലും അതിൽ കൂടുതലായിട്ടുള്ളത് ഈ പറയുന്ന മുളയുണ്ടല്ലോ, ഇത് ഭീമ ബാമ്പു അല്ലെ ബെൽക്കോവ എന്ന് പറഞ്ഞൊരു ബാമ്പുവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് അവനിങ്ങനെ നിൽക്കുക, ചെറുതെല്ലാം ഇങ്ങനെ നിൽക്കുക. അതേസമയം മറ്റ് ചിലതിൻ്റെ എല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോവും. ഈ ഉണങ്ങിപ്പോകുന്നതിനെ നമുക്ക് വളവാക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യം. ഇതിനെ എല്ലാം വളവാക്കി മനുവറാക്കി ചെയ്യാനുള്ള വേറൊരു സംവിധാനമുണ്ട്. എന്നാൽ ഈ മുള ഗ്രീൻ സ്റ്റീലാണ്. അത് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. മുള എന്ന് പറയുന്നത് ഗ്രീൻ സ്റ്റീല്. കാരണം ഇതിൻ്റെ ടെൻസിൽ സ്ട്രെങ്ത് സ്റ്റീലിനേക്കാൾ കൂടുതലാണ്. മുളയുടെ ടെൻസിൽ സ്ട്രെങ്ത് സ്റ്റീലിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഇത് നമുക്ക് നല്ല ഇതിനെ പൊടിച്ച് കംപ്രസ് ചെയ്ത് അതിനെ ആക്കിക്കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് മുളയിട്ട് വാർക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുതന്നെയല്ല പല കെട്ടിടങ്ങൾ അങ്ങനെ പണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മുളയെ നമുക്ക് പൊടിച്ച് കംപ്രസ് ചെയ്താൽ പലകയാക്കാം, ബീമുകളാക്കാം. ഇന്ത്യ ക്രാഷ് ഗാർഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. റോഡിൻ്റെ സൈഡിൽ വെക്കുന്ന ക്രാഷ് ഗാർഡുകൾ സ്റ്റീൽ കൊണ്ടുള്ളത് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഇതിന് ഈ എക്സ്പാൻഷൻ വിഡ്ത്തിൻ്റെ ആവശ്യമില്ല, ഗ്രീൻ സ്റ്റീലായതുകൊണ്ട്. ഇപ്പം ഗ്രീൻ സ്റ്റീലിൻ്റെ ഫൈബർ കൊണ്ടുള്ള പലതും നിങ്ങൾ കാണുന്നുണ്ട്. പലതും നമുക്ക് ഇത് വളരെ സൗകര്യപ്രദമായിട്ട് ഗ്രീൻ സ്റ്റീൽ ഉപയോഗിച്ച് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് മുളയാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു സാധനം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ കാണുന്നത് പോലെ അല്ല. ഇപ്പം നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന, ഇവിടെ എനിക്കിപ്പം ഉള്ളത് കോട്ടയത്ത് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി പൾപ്പിന് വേണ്ടിയിട്ട് എടുക്കും. അപ്പം പൾപ്പിന് വേണ്ടി എടുക്കും അവർ. ആ പൾപ്പിന് എടുക്കുന്നത് പോലും 5 രൂപ 30 പൈസയ്ക്കാണ്.
അപ്പോൾ അത് എടുക്കുന്നത് ഈ എല്ലാ മുളകളും എടുക്കും. സാധാരണ നമുക്ക് ലോക്കലായിട്ടുള്ള ഈ മഞ്ഞമുളയാണ് അവിടെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് 5 രൂപ 30 പൈസയാണ് കിലോ വില. എന്നാൽ ഇതിലേക്കൊക്കെ നമ്മൾ വന്ന് കഴിയുമ്പം കിട്ടാൻ പോകുന്ന ബെനഫിറ്റ് അതിലൊക്കെ വളരെ കൂടുതലാവും. ഇപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ പോലെ NTPC കർഷകരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാൻ റെഡിയാണ്. 25 കൊല്ലത്തെ മുതൽ 50 കൊല്ലത്തേന് എഗ്രിമെൻറ്റ് വെക്കാൻ റെഡിയാണ്. കാരണം ഈ ഭീമ ബാമ്പു ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻസ് നിൽക്കും. അത് ഇതിൻ്റെ വേര് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് 3-ാം കൊല്ലം മുതൽ ആദ്യത്തെ 3 വർഷം മണ്ണിലാണ് അതിൻ്റെ വേരുകളെങ്കിലും 4-ാം വർഷം മുതൽ നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെ ഇപ്പോൾ ഒരു 60 അടി ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനിയുള്ളതെല്ലാം 60 അടി ഉയരത്തിലേക്ക് പോകും. അപ്പോൾ 60 അടി ഉയരത്തിലോട്ട് പോകുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ള് നല്ല ഇതാണ്, തടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കാം. 2 തരം ഇതുണ്ട്. 2 വർഷമായതിൻ്റെയും 3 വർഷമായതിൻ്റെയും ഉള്ളതാണ്. 3-ാം വർഷമാകുമ്പോൾ തടിയായിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിലോ നമുക്ക് ഒരു മുളയിൽ നിന്ന് ഒരു 50 കിലോ കിട്ടും. 1 ഏക്കറിൽ നമുക്ക് 1000 മുളയായിരുന്നു നടേണ്ടത്. എനിക്ക് അങ്ങനെയല്ല ഒത്തത്. പക്ഷേ ഞാനിപ്പം പറയുന്ന കർഷകരെല്ലാം ആ രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അടുപ്പിച്ച് അങ്ങ് വയ്ക്കുക. ഒറ്റ ലൈൻ പോലെ വരും. അതോടൊപ്പം തന്നെ ഒരു 8 അടി ഇങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും വയ്ക്കും. നമുക്ക് ഇതിൻ്റെ ആദായം എടുക്കാൻ വേണ്ടിയ സ്ഥലം എന്ന് പറയുന്നത് 2-3 അടി മാത്രമേ ആവശ്യമുള്ളൂ. കാരണം മുളയെല്ലാം നേരെ അങ്ങോട്ട് ഉയരത്തിൽ പോകും. ഈ ഒന്നും മുള്ളുള്ളതല്ല പറയുന്നത്. ഞാനീ പറയുന്ന ഭീമ ബാമ്പുവും മുള്ളുള്ളതല്ല. അതിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാവുന്ന മുളയാണ്. പിന്നെ വേറൊരു ചിലർക്ക് മുള ഈ പാമ്പുണ്ടാകുമെന്ന് ചിലർക്കൊക്കെ ഡൗട്ട് കാണും. ഒരിക്കലും പാമ്പുണ്ടാകില്ല. ഈ മുളയുടെ ചോട്ടിൽ നമുക്ക് അറിയാം കൂടുതൽ വരുന്നത് 1 കാട്ടുകോഴി വരും, 2 വരുന്നത് ഉപ്പൻ എന്ന് പറയുന്ന, അതിന് വേറെ എന്തോ പേര് പറയും ചില സ്ഥലങ്ങളിൽ. അത് വന്നു കഴിഞ്ഞാൽ അത് വരുന്നത് തന്നെ പാമ്പ് പോയിട്ട് പാമ്പിൻ്റെ മുട്ടയായിട്ട് ഒരു സാധനവും വെച്ചേക്കില്ല. അപ്പോൾ അത് ഒക്കെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം, വരുന്നതാണ്. പിന്നെ ഉള്ള വേറൊരു ഗുണം ഈ ഇവിടുത്തെ പൾപ്പിന് നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം. അവിടെയും ഇതാണെങ്കിൽ നമുക്ക് 1 ഏക്കറിൽ നിന്ന് നമുക്ക് 50,000 കിലോ കിട്ടുമെങ്കിൽ വെറും 5 രൂപ 30 പൈസ വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് 2.5 ലക്ഷം രൂപ കിട്ടണ്ടേ? 2.5 ലക്ഷം രൂപ കിട്ടണ്ടേ? അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇതെവിടെ കൊടുക്കും, നാളെ കഴിഞ്ഞ് എത്ര രൂപ കിട്ടും? നമുക്കറിയാം റബ്ബർ വെട്ടി അല്ല തേങ്ങ വെച്ചു പിറ്റേ ദിവസം ഇത് കിട്ടും. പക്ഷെ ഓർക്കണം, റബ്ബർ വയ്ക്കുമ്പോഴും 75 അല്ല ഒരു 7 വർഷമായിട്ടേ റബ്ബർ വെട്ടൊക്കെ നടക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. എനിക്കും ഉള്ളതാണ്, വെട്ടാനുള്ളതും വെട്ടിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഉള്ള റബ്ബറുള്ള ആളാണ് ഞാൻ സംസാരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, അതൊന്നും പലരും കൂട്ടുന്നില്ല. 1 ഏക്കറുള്ള റബ്ബർ മുതലാളിയായിട്ടിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, 1 ഏക്കറിന് ഗവൺമെൻറ് പോലും നിശ്ചയിച്ചിരിക്കുന്ന വില 35,000 രൂപയാണ് ചിലവും കഴിഞ്ഞ് കിട്ടുക. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? 35,000 രൂപ ഡിവൈഡഡ് ബൈ 365 എന്ന് പറഞ്ഞാൽ എത്രയായി? 95 രൂപയേ ആയുള്ളൂ അവൻ്റെ പ്രതിദിന വരുമാനം. അവൻ BPL-ലും താഴെയാണ്. അതിനേക്കാളുപരി 10 ഏക്കറുള്ളവൻ എന്നാ കിട്ടുന്നത്? 950 രൂപ കിട്ടും. 950 രൂപ ഉള്ളവന് 1000 രൂപ ഉള്ള ഒരു കൂലിക്കാരനെ നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പം പിന്നെ എങ്ങനെയാണ് റബ്ബർക്കാരൊക്കെ ജീവിക്കുന്നത്? മാറി ചിന്തിക്കണം. കർഷകൻ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനെപ്പറ്റി ഒക്കെ പറയാനുണ്ട്. മുള ഒരു വളരെ വലിയ ഗുണകരമായ, ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞാൻ വേണം എൻ്റെ ഡോക്യുമെൻറ്റ്സ് തെളിവ് കാണിച്ചു തരാം. സയൻറ്റിസ്റ്റുകൾ പറയുന്നത് കാണിച്ചു തരാം. നമുക്ക് എല്ലാ രീതിയിലും ഗുണകരമായിട്ടുള്ള ഒരു ഏറ്റവും നല്ല പ്രകൃതിക്ക് യോജിച്ച ഭംഗിയുണ്ടാകുന്ന ഒരു മുളയാണ് നമുക്ക് എല്ലാ മുളകളും. ഈ കഴിഞ്ഞ ദിവസം എന്നെ കടമക്കുടിയിൽ വിളിച്ചായിരുന്നു. ടൂറിസം വൈപ്പിൻ അവിടെ MLA-യും കൃഷി ഓഫീസറും ടൂറിസത്തിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അവർക്കൊരു മാറ്റം വരാൻ അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു. ഞാനിങ്ങനെ മുളയെപ്പറ്റി കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അത് വളരെ സ്വീകാര്യമായിട്ട് അവർ കേട്ടിട്ടുണ്ട്. അവരിനി എന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ കേരളം ഒരു പ്രത്യേക രീതിയിലാണല്ലോ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. കിസാൻ സർവീസ് സൊസൈറ്റി ഏതായാലും അറിവ് പകർന്ന് കർഷകർക്ക് കൊടുക്കും. കർഷകരത് ഉപയോഗിക്കുന്നവരെല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോകും. ഏത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കിയും ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളതെല്ലാം മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അതെല്ലാം ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ അവരവർ തന്നെ ചെയ്യുന്നത്.
ഈ പുറകെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ മുള ഇതിലെല്ലാം ഇങ്ങനെ നെടുനീളത്തിൽ കാണുന്ന ഈ മഞ്ഞ മുള എല്ലായിടത്തും നിങ്ങൾക്കറിയാവുന്ന മുളയാണ്. ഇതിപ്പോൾ എത്രയാണ് ഒരു 60 അടി 70 അടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. ഇത് ഒരാൾക്കൊന്ന് വെട്ടിയിട്ട് ഒരാൾക്കൊന്ന് എടുക്കണമെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ ഒരു 50 കിലോയിൽ കുറയാതെ ഏതായാലും ഓരോന്നും ഉണ്ട്, 50-60 കിലോ ഒക്കെ വരും. അപ്പോൾ ഇതിൻ്റെ വില ഇതൊക്കെയാണ് ഇപ്പം വെട്ടിയെടുത്ത് കൊണ്ടുപോയി വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി കൊടുക്കുന്നത്. ഇതിന് നമുക്ക് പൾപ്പിന് വേണ്ടിയിട്ടുള്ളത്, അവിടെ എല്ലാം പൾപ്പിനെടുക്കും, എന്നാലും ഇത് വെട്ടിയെടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് 5 രൂപ 30 പൈസ വെച്ച് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി കിട്ടും. നേരത്തെ അത് 8 രൂപ മിച്ചമായിരുന്നു, എന്തുകൊണ്ടാണെന്നറിയത്തില്ല. ഇപ്പം 2 കൊല്ലമായിട്ട് ഇപ്പോൾ അത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കണം, വിളിച്ചൊക്കെ ചോദിച്ചേച്ചിട്ടേ കൊണ്ടുചെല്ലാവുന്നുള്ളത് മാത്രം, അല്ലെ ഏജൻറ്റ് വഴി ചെല്ലണം. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ്, അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പോൾ ഇതിന് 5 രൂപ 30 പൈസ കിട്ടുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 10, 250, 300 രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മുളയിൽ നിന്ന്. പക്ഷേ നമ്മുടെ കർഷകന് കിട്ടുന്ന എത്രയാണ്? 30 രൂപ 50 രൂപ. ആ വിലയ്ക്ക് എല്ലാവരും വന്ന് ഇത് വെട്ടി മേടിക്കും, നമ്മളത് കൊടുക്കും. 10-1 പോലും വില കിട്ടുന്നില്ല. നേരെ മറിച്ച് ഞാൻ ഈ മുമ്പേ കാണിച്ച ബെൽക്കോവായ ഭീമ ഒക്കെ ആണെങ്കിൽ നമുക്ക് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ പോലും നമ്മളുമായിട്ട് കർഷകരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാൻ റെഡിയാണ്. എന്ന് പറഞ്ഞ പോലെ സിമെൻറ്റ് ഫാക്ടറികളെല്ലാം വളരെ താല്പര്യത്തോടു കൂടി ഇത് വയ്ക്കും. അതിനും ഒരു കണക്കുണ്ട്. അവർക്ക് അവിടുന്ന് പോകുന്ന ഇതിലേക്ക് അവർക്ക് കോള് കിട്ടുന്നതിന് അതിൻ്റെ ഒരു കണക്കുണ്ട്. അവർക്ക് വളരെയധികം ചിലവ് കുറച്ച് നമ്മുടെ ഇവിടുന്ന് കിട്ടും. ഇപ്പം കോളൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്ത് വരുന്ന സാധനമാണ്. ആ സംഭവങ്ങൾ നമുക്കിവിടെ ആവശ്യത്തിന് മിച്ചം കോൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ചിലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു നേട്ടമല്ലേ. എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഇപ്പം മറ്റ് സാധനങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ സാധനവും, എത്തനോളാണേലും ഈ ഇതിൻ്റെ സിമെൻറ്റ് ഫാക്ടറിക്ക് വേണ്ടിയ സംഭവങ്ങളാണേലും എല്ലാം അതിന് വേണ്ടിയത് മുളയാണ്. മുളയൊരു വണ്ടർ പ്ലാന്റാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ മാറി നമുക്ക് വേണ്ടിയിട്ടുള്ള നല്ല മുള നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അത് ഈ പറഞ്ഞ ഒരുപാട് കാര്യത്തിൽ ഞാൻ ഇനിയും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുളയെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ കിട്ടിയ അറിവ് തന്നെ വലുതാണ്. അത് തന്നെ കർഷകരിലോട്ട് എത്തിക്കാനുള്ള, ഇപ്പം നിങ്ങളുടെ ചാനൽ വഴി ഇപ്പം 1000-കണക്കിന് ആൾക്കാർ 10,000-കണക്കിന് ആൾക്കാരിലേക്ക് ഇത് കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണ് കർഷകർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രീതിയിൽ നിങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അത് ഒരു വലിയ ഇതിനകത്ത് ഞാനിപ്പം കർഷകരെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എൻ്റെ ജീവിതവും പറച്ചിലും കാര്യങ്ങളും. കാരണം കർഷകനില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല, ഫുഡില്ല. എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും AI വന്നാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ മാർഗമില്ല. ബാക്കിയുള്ള എല്ലാം നമുക്ക് AI വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ടല്ലോ. ഫുഡ് വേണോ, അത് കർഷകൻ വേണം, അവനുണ്ടാക്കണം, അത് മണ്ണിൽ നിന്ന് വേണം. അപ്പം മണ്ണിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ ലഭിക്കുന്നതുണ്ട്. ഇതെല്ലാം നമുക്കുള്ള ടെമ്പറേച്ചർ നിലനിർത്താൻ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പറയുന്ന കാര്യമാണ്. നമുക്ക് വേണ്ട രീതിയിലുള്ള മരങ്ങളും കാര്യങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള പ്രശ്നം. അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൻ്റെ എല്ലാമാണ്. അപ്പോൾ ഇതിനെല്ലാമുള്ള പരിഹാരം നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല ടൂറിസം വളർത്താൻ പറ്റിയ സാധനമാണ് മുള, ടൂറിസത്തിനുള്ളത്. അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സംഭവമാണ് മുള. അതിപ്പം നമ്മളിപ്പോൾ ഞാനൊരു സീനിയർ കർഷകനാണ്, കേരളത്തിന് മുമ്പുണ്ടായതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കാർഷിക മേഖലയിലെ കർഷകർ, ഞങ്ങളുടെ KSSൻ്റെ മോട്ടോ അതാണ്, ഹെൽത്തി ഫാർമർ വെൽത്തി നേഷൻ. ആരോഗ്യമുള്ള കർഷകൻ സമ്പന്നമായ രാജ്യം. അപ്പം ആരോഗ്യമുള്ള കർഷകനാകണമെങ്കിൽ അവൻ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രം പോരാ, അവന് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആധ്യാത്മികമായിട്ട്, ഭൗതികമായിട്ട് എല്ലാ മേഖലയിലും അവന് ഹെൽത്തി ആയിരിക്കണം. ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കിസാൻ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഒരു വണ്ടർ പ്ലാന്റാണിത്. നമുക്ക് എല്ലാ വക കാര്യങ്ങളും നമുക്ക് മുളയിൽ നിന്ന് കിട്ടും. ഏതായാലും ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നിങ്ങൾ എന്നെ അന്വേഷിച്ച് നിങ്ങൾ വന്ന് ഈ വക കാര്യങ്ങളെല്ലാം കേൾക്കുമെന്ന വഴി കുറേ പേരിലേക്ക് ഇത് എത്തുമല്ലോ. അപ്പോൾ അത്രയും ഗുണമാകട്ടെ. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ളത് പഠിച്ചും മനസ്സിലാക്കിയും ചെയ്യട്ടെ. എൻ്റെ ടീമിൽ നിങ്ങളുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഊർജിതമായിട്ട് ഭംഗിയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്.